നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം പ്രശാന്ത്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. സീനിയർ ജേർണലിസ്റ്റ് അസോസിയേഷൻ പേര്. നമ്മുടെ കേരളത്തിലെ മുതിർന്ന മാധ്യമപ്രവർത്തകർ, നമ്മളെല്ലാം സാർ എന്നൊക്കെ വിളിച്ച് റിട്ടയർ ചെയ്ത ഭയഭക്തി ബഹുമാനത്തോടെ കാണുന്നവരാണ്. അവരുടെ മുന്നിൽ വെച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കരഞ്ഞില്ലെന്നേ ഉള്ളൂ, തൻ്റെ മനസ്സ് തുറന്നു കേരളത്തിലെ ദുഷിച്ച മാധ്യമ സംസ്കാരത്തെപ്പറ്റി. കാരണം വി.ഡി. സതീശന് ആ പരാതി പറയാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം, അതായത് കേരളത്തിൽ ഇന്നത്തെ മാധ്യമങ്ങളുടെ ഈ ഒരു തൊഴുത്തിൽ കുത്ത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ എങ്ങനെയാണ് ചാണകത്തെ ഉരുട്ടിയെടുത്ത് ശർക്കരയാക്കി മാറ്റുന്നത്, ചാണകത്തിൽ നിന്നും എങ്ങനെ ശർക്കര ഉണ്ടാക്കാം, അങ്ങനെ അവരെ വേണമെങ്കിൽ ചെയ്തു കളയും. അത്തരം ടീമുകളുണ്ട്. വി.ഡി. സതീശന് ഇത് പറയാൻ വേറൊരു പ്ലാറ്റ്ഫോമില്ല, വേറൊരു ആൾക്കാരില്ല. കോടതിയിൽ പോയി പറയാൻ പറ്റില്ല. ധാർമ്മികമായിട്ട് പിന്തുണ കിട്ടുന്ന എവിടെയെങ്കിലും ഉണ്ടോ? അതില്ല. UDF മീറ്റിങ്ങിൽ പറയാൻ പറ്റുമോ? ഇല്ല. UDF യോഗത്തിൽ പറയാൻ പറ്റില്ല. ഇപ്പോഴും മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ്. പണ്ട് ചാനലുകൾ ഇല്ലാതിരുന്ന കാലത്ത് പത്രം മാത്രം ഉണ്ടായിരുന്നപ്പോൾ സതീശൻ്റെ പോലും സീനിയറായിട്ടുള്ള പ്രായം കൊണ്ട് വി.ഡി. സതീശൻ പറഞ്ഞത്, കേരളത്തിലെ ചില ചാനലുകൾ, ജനം ഇതെല്ലാം കാണുന്നുണ്ട്, ചില ചാനലുകൾ ഒരു വാർത്ത തെറ്റാണെങ്കിലും അവർ ഖേദം പറയില്ല, അവരതിനെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ടേയിരിക്കും. ചില ചാനലുകൾ ഒരു അജണ്ട സെറ്റ് ചെയ്യും, ഈ അജണ്ട അവർ നടപ്പാക്കും, അവരൊരു വാർത്ത പടച്ചുണ്ടാക്കും. ഈ വാർത്തയ്ക്ക് പിന്നാലെ മറ്റു കുറേ മാധ്യമങ്ങൾ ഫോളോ അപ്പുമായി പോകും. പരിഹാസ്യമായൊരു സംസ്കാരമാണിതെന്ന് സതീശൻ പറഞ്ഞു. വി.ഡി. സതീശൻ പറഞ്ഞത് വ്യക്തമായ ചില കണക്കുകൾ, ചില കോടികളുടെ കണക്കുകൾ, ചില വ്യക്തമായ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ, ഇതെല്ലാം മനസ്സ് വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് സതീശൻ അവിടെ വെട്ടി തുറന്ന് പറഞ്ഞത്, ഇങ്ങനെയാണ് കേരളത്തിൽ ചില സംസ്കാരങ്ങൾ, ചാനൽ സംസ്കാരങ്ങൾ പോകുന്നതെന്ന്. എന്തായി മരമുറി? റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമകൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അവരറിയൂ? മരമുറി കേസിലെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ടൈം ജയിലിൽ കിടന്നവരല്ലേ, ഇപ്പോഴെന്തായി? അവർക്കെതിരെ കുരുക്ക് മുറുകിയിരിക്കുകയാണ് അല്ലേ? അതെ. ഈ വി.ഡി. സതീശൻ പറഞ്ഞതും ഇവരെയൊക്കെ ചേർത്താണ് പറഞ്ഞത്. ഈ ഇപ്പോൾ രാജേഷ് പറഞ്ഞ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമസ്ഥരായ ഈ അഗസ്റ്റിൻ ബ്രദേഴ്സ്, ദിവ്യമായ, പണ്ട് നമ്മളെ ഒരു സിനിമ ഉണ്ടല്ലോ, മമ്മൂട്ടിയുടെ സിനിമ ഉണ്ടായിരുന്നല്ലോ, എന്തൊരു പ്രദേശം, ഉപ്പുകണ്ടം പ്രദേശ്. അത് മമ്മൂട്ടിയല്ല, ഉപ്പുകണ്ടം ബ്രദേഴ്സ് ക്യാപ്റ്റൻ രാജു ഒക്കെ അഭിനയിച്ച സിനിമ. അതുപോലെ ഒരു പ്രദേശം എന്തോ ഒരു ഓർമ്മ വരുന്നു. അതെ. ഈ ഇവിടെ ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമസ്ഥരായ ആ 3 സഹോദരങ്ങൾക്കുമെതിരെ കോടതി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. തൃപ്പൂണിത്തറ അമ്പലമേട് ഒരു വ്യക്തിക്ക്, ഒരു വ്യാപാരിക്ക് മരം വിറ്റ, അതായത് 1,46,00,000 മറ്റോ രൂപയ്ക്ക് മരം കൊടുത്ത കേസാണ്. അതിൽ തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞാണ്, അലിയാർ എന്നാണ് ആ വ്യാപാരിയുടെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം നേരെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. ആ കേസ് വലിയ ഇതായി അന്വേഷിച്ച് ഇവർക്കെതിരെ റിപ്പോർട്ട് വന്ന് കോടതിയിൽ പോയി. കോടതി ഇവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടു. ഹാജരായില്ല. ഇന്ന ദിവസം നിർബന്ധമായും ഹാജരാകണമെന്ന നിർദ്ദേശം കൊടുത്തു. അതും അവർ അനുസരിച്ചില്ല. അങ്ങനെ കോടതി ഇപ്പോഴിതാ മജിസ്ട്രേറ്റ് കോടതി വാറണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. ജാമ്യമില്ല വാറണ്ടാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അതൊരു വശത്ത്. ഇപ്പോൾ സതീശൻ ഈ കാര്യങ്ങൾ, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് മറ്റ് ചില പിൻബലമുണ്ട്. അതായത് നമ്മുടെ കായിക വകുപ്പിലെ സെക്രട്ടറി ആയിരിക്കുന്ന N. പ്രശാന്ത് IAS ഒരു പരാതി സംബന്ധിച്ച അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. കുറച്ച് നാൾ മുമ്പേ റിപ്പോർട്ടർ ചാനൽ ഒരു പ്രഖ്യാപനം നടത്തി. ഫുട്ബോൾ ഇതിഹാസം മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരും. അതിൻ്റെ പേരിൽ അവർ വലിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്ത്, വലിയ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്ത്, തലങ്ങും വിലങ്ങും അതിൻ്റെ വാർത്തകളും പ്രചാരണവും ഒക്കെ ആയിരുന്നു. നാഗാലാൻഡ് ലോട്ടറി പോലെ. നാഗാലാൻഡ് ലോട്ടറി പോലെ അടിച്ചു. പക്ഷെ അടിക്കില്ല അങ്ങനെ. അതുപോലെയാണ് ഈ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ മെസ്സിയെ ഇവിടെ കൊണ്ടുവരും. അന്നത്തെ ഇവർ ഈ പ്രഖ്യാപനം നടത്തിയ സമയത്ത് പിണറായി സർക്കാരായിരുന്നു.
അന്നത്തെ പിണറായി സർക്കാരിലെ കായിക മന്ത്രി അബ്ദുറഹിമാനും അതിന് യെസ് വെച്ച് രംഗത്ത് വന്നു. ഒരു മന്ത്രി അടക്കമുള്ളവർ രംഗത്ത് വന്നപ്പോൾ അതിന് വിശ്വാസ്യത കൂടി. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ വലിയ സന്തോഷത്തിൽ എന്താ പറയുക, ഇവർക്ക് വലിയ പിന്തുണയുമായിട്ട് രംഗത്ത് വന്നു. കാരണം മെസ്സി എന്ന ഫുട്ബോൾ ഇതിഹാസത്തെ, പണ്ടിവിടെ നമുക്കറിയാം ഡീഗോ മാറഡോണെ ബോബി ചെമ്മണ്ണൂർ കൊണ്ടുവന്ന കഥയൊക്കെ നമുക്കറിയാം. അത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇതുമായി ബന്ധപ്പെട്ടാണ് കൊണ്ടുവന്നത്. എന്താ ബിലീവ് ഇൻ ഗോഡ്, ഇൻവെസ്റ്റ് ഇൻ ഗോൾഡ് എന്നൊക്കെ ഉള്ള ഒരു പരസ്യ വാചകമൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇവരിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ കേൾക്കുന്ന ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ഈ റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ്. ആ റിപ്പോർട്ട്, ഈ എൻ പ്രശാന്ത് IAS കൊടുത്ത റിപ്പോർട്ട്, ഇപ്പോൾ അതിനെക്കുറിച്ച് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു തുടങ്ങി. പല മാധ്യമങ്ങളും ആ വാർത്ത പുറത്തു വിട്ട് കഴിഞ്ഞു. കോടികൾ ഇതിനു വേണ്ടി വിദേശത്തേക്ക് കൊടുത്തു എന്ന് പറയുന്നതിനേക്കാളും കടത്തി എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ശരി എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി ഇവർ അമേരിക്കയിലൊരു കമ്പനിക്കാണ് ഈ പണം കൈമാറിയത്. അമേരിക്കൻ കമ്പനിയാണ് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനുമായി നേരിട്ട് ബന്ധപ്പെട്ട് ഈ മെസ്സിയെ ഇവിടെ എത്തിക്കാം എന്ന് ഇവർക്ക് വാക്കുകൊടുത്തതത്രേ. പക്ഷേ ഈ കമ്പനി ചില ക്രമക്കേടുകളിലൊക്കെ പെട്ടത് കാരണം അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചിട്ട് കാലം കുറച്ചായി. ആ കമ്പനി എങ്ങനെ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് മെസ്സിയെ ഇവിടെ എത്തിക്കും? അതൊന്നാമത്തെ ചോദ്യം. ഉത്തരമില്ല. രണ്ടാമത്തെ ചോദ്യം, ഇതിന് വേണ്ടിയിട്ട് ഒരു കമ്പനിയാണ് മുന്നോട്ട് വന്നത്. ആ കമ്പനി മുന്നോട്ട് വന്നിരിക്കുന്ന കാലയളവ് 2023 ജൂലൈയിലാണ് അവർ സർക്കാരിന് ഇത് സംബന്ധിച്ച് കത്തയക്കുന്നത്. ഞങ്ങളിങ്ങനെ മെസ്സിയെ കൊണ്ടുവരാൻ പോകുന്നു, അതിനുള്ള മറ്റ് അനുമതിയും മറ്റ് സാഹചര്യങ്ങളുമൊക്കെ ഒരുക്കണം, അനുമതി നൽകണം. ആ തീയതിക്ക് ഏതാണ്ട് 20 ദിവസം മുമ്പാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തത്. ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്നാണ് അതിൻ്റെ പേര്. ആ കമ്പനി റിപ്പോർട്ടർ ചാനലിൻ്റെ അതേ അഡ്രസ്സിലാണ് ആ കമ്പനിയും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ കമ്പനിയാണ് സർക്കാരിന് കത്തയച്ചത്. ആ കമ്പനിയാണ് മെസ്സിയെ കൊണ്ടുവരാമെന്ന് ഏറ്റത്. പക്ഷേ പിന്നീട് അത് മുഴുവനും ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ പേരിലുള്ള കമ്പനിയുണ്ടല്ലോ, അവരതങ്ങ് ഏറ്റെടുത്തു. പിന്നെ അവരാണ് കളം നിറഞ്ഞ് കളിച്ചത്. ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഇടപെട്ട് മെസ്സിയെ ഇവിടെ കൊണ്ടുവരും എന്നായി പിന്നെ വാർത്ത. അതിൻ്റെ പേരിൽ ഇവിടുന്ന് വലിയ തുക അങ്ങോട്ടേക്ക് അയച്ചു എന്നൊക്കെയാണ്. അപ്പോൾ ഈ കമ്പനി രൂപീകരിക്കുന്ന സമയത്ത്, ഈ സർക്കാരിന് കത്ത് കൊടുക്കുന്ന സമയത്ത് കമ്പനിയുടെ ആസ്തി എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ മുതൽ മുടക്കി ആരംഭിച്ച കമ്പനിയാണ് ഇത് എന്നാണ് നമുക്ക് രേഖകളിൽ നിന്ന്, ഈ റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. മന്ത്രി അബ്ദുറഹിമാൻ ഇതിന് കൂട്ടുനിന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം അന്ന് സ്പെയിനിൽ പോയി ഇതുമായി ബന്ധപ്പെട്ട്. അത് അദ്ദേഹത്തെ ആരും ക്ഷണിച്ചിട്ടല്ല. പിന്നെ അദ്ദേഹം എന്തിന് സ്പെയിനിൽ പോയി എന്നൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. അത് രണ്ടാമത്തെ കാര്യം. അദ്ദേഹം കബളിപ്പിക്കുകയായിരുന്നു. അത് ഇവിടെ അദ്ദേഹത്തെ ഇവരെ കബളിപ്പിച്ചതാണോ അതോ അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിച്ചതാണോ എന്താണെന്ന് വ്യക്തമല്ല. ഇതൊക്കെ കാരണം ഇത് ഒരുപാട് നൂലാമാലകൾ ഇതിനകത്തുണ്ട്. ഈ നൂലാമാലകളൊക്കെ അഴിച്ചു വരുമ്പോൾ നമ്മൾ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരിക്കും. ഇതിൻ്റെ സത്യമെന്ന് പറയുന്നത്, ഇതിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന സത്യമെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇവർ മറച്ചു വച്ചിരിക്കുന്ന സത്യമെന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ്. കേരളത്തിലെ ജനങ്ങളെ, മാധ്യമ ലോകത്തെ, സർക്കാരിനെ ഒക്കെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ഇ ഡി വരേണ്ടി വരും, വീണ്ടും ഇ ഡി വരേണ്ടി വരും. ഒരേ ഫയൽ തന്നെ വീണ്ടും അല്ല, ഒരേ ഫയൽ എന്നുള്ളതല്ല. ഇത് രാജ്യാന്തര ബന്ധമുള്ള, ഇവിടുന്ന് പണം അമേരിക്കയ്ക്ക് കൊണ്ടുപോയി എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. നമുക്ക് അറിയില്ല, നമുക്ക് കിട്ടിയ വിവരങ്ങളെല്ലാം വെച്ചാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ വിശദമായ ആഴത്തിലുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. അപ്പോൾ അത് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ, ഇത് ശരിക്കും കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയൊക്കെ വഞ്ചിച്ചിരിക്കുന്നൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അടുക്കും ചിട്ടയുമായിട്ട് നമ്മൾ പരിശോധിച്ച് വരുമ്പോൾ, ഒന്നിന് പുറകെ ഒന്നായിട്ട് വിശകലനം ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം അതാണ്.
ഇവർ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അമേരിക്കയിലെ ടൂർ പ്രോ എൻ്റർപ്രൈസസ് എന്നാണ് ഈ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ ബന്ധം വിച്ഛേദിച്ച കമ്പനി അവർ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുകയാണ് ഈ ടൂർ പ്രോ എൻ്റർപ്രൈസസിനെ. അവർ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നാണ് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ ആരോപിക്കുന്നത്. എന്തായാലും ശരി, ആ കമ്പനിക്ക് ഇവർ 126 കോടി രൂപ അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ 126 കോടി രൂപ ഇവർക്ക് എങ്ങനെ കിട്ടി, ഇവരിതെങ്ങനെയാണ് അയച്ചു കൊടുത്തത്, ഇതൊക്കെ ഇവരുടെ അവകാശവാദമാണ് കേട്ടോ. ഈ ആൻഡോയുടെ അവകാശവാദമാണ്. അപ്പോൾ അങ്ങനെ കരാർ സംബന്ധിച്ച രേഖകളൊന്നുമില്ല. കരാറിൽ ഏർപ്പെട്ടിട്ടില്ല. അല്ല, കരാർ സംബന്ധിച്ച് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. കമ്പനിയുമായിട്ടുള്ള അല്ല, അത് തന്നെ നമുക്ക് രേഖകളില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഇവർ ഏർപ്പെട്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. ED പോലെയുള്ള ഏജൻസികളാണ് അന്വേഷിച്ചിട്ട് പറയേണ്ടത്. ഇരിക്കട്ടെ, ഇതൊരു വലിയ സാമ്പത്തിക തട്ടിപ്പാണെന്നാണ്. അപ്പോൾ ഇവർക്ക് എങ്ങനെ പണം വന്നു, ഇവർ ആരിൽ നിന്നൊക്കെ ഈ പണം സ്വീകരിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ളത് അവരെന്തിനാണ് കൊടുത്തത്? ഈ പറഞ്ഞതുപോലെ 126 കോടി രൂപ കൊടുത്തെങ്കിൽ അത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്, അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. കാരണം അങ്ങനെ കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 22.68 കോടി രൂപ GST അടയ്ക്കണം. കേരള സർക്കാരിലേക്ക് വരേണ്ട തുകയാണ്. അത് ചെയ്തിട്ടില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഈ GST അവരടച്ചിട്ടില്ല. അത് GSTയുടെ കാഞ്ഞങ്ങാട് ഇൻ്റലിജൻസ് വിങ് നോട്ടീസ് അയച്ചു, ആൻഡോ ഹാജരായില്ല എന്ന് മാത്രമല്ല, ചാനൽ ചുമതല മെൽവിൻ ജോസിന് ആണ് എന്ന് രേഖകളിൽ പറയുന്നു. പിന്നീട് സമൻസായി. ഇത് സമൻസ് വന്നപ്പോൾ ഓതറൈസേഷൻ കത്തുമായിട്ട് ആൻഡോ ഹാജരായി, രേഖകൾ ഹാജരാക്കിയിട്ടില്ല. അപ്പോൾ ഈ പണം അടച്ചോ അടച്ചില്ലേ എന്നൊക്കെയുള്ളതിന് ഒരു വ്യക്തതയുമില്ല. സേവനം കിട്ടിയിട്ടില്ല എന്ന് മാത്രമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വാദം. ഇതേപോലെ സേവനം കിട്ടിയിട്ടില്ല എന്ന് വേറൊരാൾ കൂടി പറഞ്ഞിട്ടുണ്ട്. ആരാണെന്ന് ഓർക്കുന്നുണ്ടോ? ക്ഷമിക്കണം, നമ്മുടെ ശശിധരൻ കർത്ത. പണം കൊടുത്തു, കരാറുണ്ടായിരുന്നു, ഞാൻ പണം കൊടുത്തു, പക്ഷേ എനിക്ക് സേവനം ഒന്നും കിട്ടിയില്ല. അപ്പോൾ എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഈ പറഞ്ഞതുപോലെ 126 കോടി രൂപ ഇങ്ങനെ കൊടുക്കാൻ ഇത് പുളിയങ്കുരു വല്ലോ ആണോ പെറുക്കി കൊടുക്കാൻ? പ്രശാന്ത് ഒരു കാര്യം ശ്രദ്ധിച്ചാണ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ LDFനെ 3ാം തവണയും സംസ്ഥാന സെക്രട്ടറിയിൽ കൊണ്ടിരുത്താനായിട്ട് ഏറെ കിണഞ്ഞ് പരിശ്രമിച്ച ചാനലാണ് LDFന്. അതെ, കിണഞ്ഞ് പരിശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അവർ നന്നായി വിയർപ്പൊഴുക്കി, പക്ഷേ നന്നായിട്ട് വിയർപ്പൊഴുക്കി നിരവധി വാർത്തകൾ ക്രിയേറ്റ് ചെയ്തു, വാർത്തകൾ സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം. അവർ വിചാരിച്ചിട്ട് നടക്കാത്ത ഒരേ ഒരു കാര്യം, അന്ന് സർക്കാർ വീണ്ടും മൂന്നാമതായിട്ട് പിണറായി സർക്കാർ വന്നില്ല എന്ന് മാത്രമല്ല വൻ തകർച്ചയിലേക്ക് പോവുകയും ചെയ്തു. കനത്ത ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ കയറി. 3 സീറ്റ് BJPക്ക് കിട്ടുകയും. എന്നിട്ടെന്തായി? അവർ വിട്ടില്ല, അവർ നേരെ കൊണ്ടു തിരിഞ്ഞു. VD സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ തലേ ദിവസം മുതൽ, അല്ലെങ്കിൽ VD സതീശൻ ആണോ മുഖ്യമന്ത്രിയാകുക, അല്ലെങ്കിൽ KC വേണുഗോപാലാകുമോ അതോ ചെന്നിത്തലയാകുമോ, ഈ ചർച്ച തുടങ്ങിയപ്പോൾ മുതൽ ഇവർ UDFനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. പറയുന്ന ന്യായം, ഞങ്ങൾ പ്രതിപക്ഷത്തിനൊപ്പമാണ്. 2 ദിവസം മുമ്പ് വരെ ഇവർ ഭരണപക്ഷത്തിനൊപ്പമായിരുന്നു. അതെ, പെട്ടെന്ന് ഉൾട്ടാതിരിഞ്ഞ് ഇവർ പ്രതിപക്ഷത്തിനൊപ്പമായി. ഇതുവരെയും VD സതീശൻ സർക്കാരിനെ പിന്നാലെ നടന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, VD സതീശൻ എന്ന മുഖ്യമന്ത്രി ഇങ്ങനൊരു കാര്യം പറഞ്ഞത്, ചില ചാനലുകൾ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നുണ്ട്. മാന്യമായിട്ട് ജോലി എത്ര ചാനലുകളുണ്ട് അല്ലേ? അല്ല, ചാനലുകൾ നമുക്ക് വാർത്ത ചിലപ്പോൾ കൊടുക്കുമ്പോൾ ചില പിഴവുകൾ സംഭവിക്കാം, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നിരന്തരം പുറകെ നടന്ന് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അജണ്ടയുടെ ഭാഗമാണ്. പിഴവുകൾ സംഭവിക്കാം. അങ്ങനെ അതെ, അങ്ങനെ സർക്കാരിൻ്റെ കുറ്റവും കുറവും മാത്രം കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ കുറ്റങ്ങളും കുറവുകളുമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത്
സത്യത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമാക്കേണ്ടത് സർക്കാരാണ്. റിപ്പോർട്ട് വളരെ രഹസ്യ സ്വഭാവമുള്ള റിപ്പോർട്ടെന്നാണ് കായിക മന്ത്രി ഒ ജെ ജനീഷ് പറയുന്നത്. റിപ്പോർട്ട് എന്തായാലും മുഖ്യമന്ത്രിയുടെ വിശദമായ ഗുരുതരമായ പരിഗണനയിലാണ് ആ റിപ്പോർട്ട്. അല്ല, അത് ഞാൻ പറയുന്നത് അത് ഉടനടി അതിനകത്ത് ആക്ഷൻ വേണം, അന്വേഷണം ED ഏൽപ്പിക്കണം തീർച്ചയായിട്ടും. കാരണം ഈ റിപ്പോർട്ടർ ചാനലിനെതിരെ മുമ്പും ഒരു കേസുണ്ട്. അതായത് ഇതിൻ്റെ ഓഹരികൾ കൈമാറ്റം ചെയ്യരുത് എന്ന് പറഞ്ഞ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം കൊടുത്തതാണ്. അതിനെ മറികടന്നുകൊണ്ടാണ് നികേഷ് ഓഹരികൾ കൈമാറ്റം ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ നടപടിയൊന്നും വന്നിട്ടില്ല. അല്ല, അതെനിക്ക് തോന്നുന്നു EDയുടെ NIA ഒക്കെ അന്വേഷണത്തിലിരിക്കുന്ന ഒരു വിഷയമാണത്. അതിൻ്റെ ഇപ്പോൾ എന്താണ് ആ കേസ് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ വന്ന ഒരു ചാനൽ ഈ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് വലിയ ഒരു 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 എന്താ പറയുക, പുകമറയുടെ ഉള്ളിലാണ്. ആൻറ്റോഗസ്റ്റിൻ്റെയൊക്കെ സഭ, സിറോ മലബാർ സഭ നമുക്കറിയാമല്ലോ. സിറോ മലബാർ സഭ ഈ സർക്കാരിൻ്റെ രൂപീകരണത്തിലും മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിലും MLA-മാരെ സ്ഥാനാർത്ഥിയായി UDFിൻ്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് അവർ ജയിപ്പിച്ചെടുക്കുന്നതിനുമൊക്കെ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് പോലും അവർ ഈ UDF സർക്കാരിനെതിരെ നിലപാടെടുത്ത് തുടങ്ങിയെങ്കിൽ പിന്നിൽ രൂക്ഷമായ അല്ല അന്ധമായൊരു ഇടത് സർക്കാരിനെതിരെ നിലപാടെടുക്കുന്നതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം, നമുക്കൊന്നും പറയാനില്ല അതിനകത്ത്. പക്ഷേ കാര്യങ്ങൾ സത്യസന്ധമായി സുതാര്യമായി ചെയ്യണം. അല്ലാതെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ മെസ്സിയെ കൊണ്ടുവരാമെന്ന് നമ്മളെല്ലാവരും കേട്ടതാണ്. വാഗ്ദാനം കൊടുക്കുകയും അത് പിന്നീട് അതിൽ നിന്ന് പിന്നോട്ട് പോവുകയും. കൽക്കട്ട വന്നിട്ട് പോയല്ലേ? എനിക്ക് മെസ്സി ഇന്ത്യയിൽ വന്നു എന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. കൽക്കട്ടയിലേക്ക് വന്നിട്ട് പോയി. അന്തസ്സായിട്ട് മെസ്സി ഒരു ഏജൻസി കൊണ്ടുവന്നു കൽക്കട്ടയിൽ. അല്ല, ഇത് ഇവിടെ ഏജൻസി ഈ ടൂർ പ്രോ എന്റർപ്രൈസസ് എന്ന് പറയുന്നത് ഒരു കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനിയാണ്. അർജന്റീന ഒളിമ്പിക് അസോസിയേഷൻ, അല്ല ക്ഷമിക്കണം, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അവരെ കരിമ്പട്ടികയിൽപ്പെടുത്തി അവരുമായിട്ടുള്ള സകല ബന്ധവും വിച്ഛേദിച്ച ഒരു സാഹചര്യമാണുള്ളത്. ഈ ഡിപ്ലോമാറ്റിക് ചാനൽ വഴി വരുന്നതും മതിലി കടന്ന് വരുന്നതും വ്യത്യാസമുണ്ട്. കൽക്കട്ട വഴി ഒന്ന് പോയി. ഇത് അല്ല, നേരത്തെയും ഡിപ്ലോമാറ്റിക് ചാനൽ വഴി പലതും വന്നിരുന്നല്ലോ ഇവിടെ. അപ്പം മമത ബഹളം ഉണ്ടാക്കി ഓർമ്മയില്ല. മമത എന്നപ്പോൾ ആളുമില്ല പൂടയില്ല, മെസ്സിയുമില്ല പൂടയില്ല എന്ന് പറഞ്ഞ് ബഹളമൊക്കെ ഉണ്ടാക്കി അവിടെ മൈതാനത്ത് പോയിട്ട്. അതെ അതെ അതെ. അല്ല, ഇവിടെ ഇപ്പോൾ ഈ കാര്യത്തിലും ഇത് തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ N പ്രശാന്ത് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഒരു വലിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ നേർക്ക് ചൂണ്ടിയിരിക്കുന്ന വിരലാണ്. തീർച്ചയായിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കണം. ഇവർക്കെതിരെ വളരെ കൃത്യമായ അന്വേഷണം ഉണ്ടാകണം. ഈ പറയുന്നത് പോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ, ഈ പണമിടപാടുകളെക്കുറിച്ചൊക്കെയുള്ള വിശദമായ കാര്യങ്ങൾ പൊതുജന സമക്ഷത്തിൽ എത്തേണ്ടതാണ്. അത് ഗുരുതരമായ നിയമലംഘനമാണെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടിക്ക് വിധേയമാക്കണം. ഈ ED ഈ കാര്യത്തിൽ ശക്തമായ അന്വേഷണവുമായിട്ട് രംഗത്ത് വരേണ്ടതാണ്. ഇതൊക്കെ VD സതീശൻ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയെ ആശ്രയിച്ചിരിക്കുകയാണ്. സർക്കാർ കൃത്യമായ നടപടികളെടുത്ത് നിലപാടെടുത്ത് മുന്നോട്ട് പോയാൽ ഈ കേസിലെ സത്യം പുറത്തു വരും. ഇല്ലെങ്കിൽ ഇതും ഈ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് അങ്ങ് ഒതുങ്ങിക്കൂടും. എന്തായാലും മൂട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഇപ്പോഴത്തെ അറസ്റ്റ് വാറണ്ട്, ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട്, അത് അതിൻ്റെ നടപടികളനുസരിച്ച് മുന്നോട്ട് പോകും. പക്ഷേ ഈ കായിക വകുപ്പ് സെക്രട്ടറി N പ്രശാന്ത് IAS കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിലെ വിവരങ്ങളനുസരിച്ചാണെങ്കിൽ വലിയ ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. വലിയ വില കൊടുക്കേണ്ടി വരും.